C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങാം. കുട്ടി കാൽമുട്ടുകളിൽ നടന്ന് 7 വട്ടം ശ്രീകോവിലിനെ പ്രദക്ഷിണം ചെയ്യണം. കത്തിച്ച കർപ്പൂരം കൈവെള്ളയിൽ ഉണ്ടാവണം. അതണയാതെ വേണം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ. 7 വട്ടം പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് വിശ്രമം ഉണ്ടാവില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കി ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചെഴുന്നേറ്റാൽ കുട്ടി സത്യപരീക്ഷയിൽ വിജയിച്ചു. ഇവളെ കൊണ്ടത് പറ്റില്ല. കാരണം പറയുന്നത് കള്ളമല്ലേ. എന്നാ തുടങ്ങിക്കോളൂ. ആദ്യം ദേവിയെ പ്രാർത്ഥിക്കുക. കള്ളം പറഞ്ഞ നീ ഈ നടയിൽ രക്തം ഛർദിച്ച് പിടഞ്ഞു വീണ് ചാവുന്നത് എനിക്ക് കാണണോടി. ദേവി, പറയുന്നത് കള്ളമാവാതിരിക്കാനുള്ള വരം തരണം എനിക്ക്. അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിന് ഒരാപത്തും വരാതിരിക്കാൻ നീ തന്നെ തുണയാവണം. ഒരു നിമിഷം. വിഷ്ണുവേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഇവൾ ഇതും പറഞ്ഞു കൊടുത്തോ? എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? സ്ഥലവും സമയവും പറഞ്ഞു തന്നവള് സംഗതി എന്താന്നും കൂടി പറഞ്ഞു തന്നില്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ഊഹം വെച്ച് വന്ന. അങ്ങനെ ഊഹിച്ചെടുത്ത് ഈ സമയത്ത് തന്നെ കാടിനുള്ളിലെ ഈ അമ്പലത്തിൽ വരണമെങ്കിൽ മഷിനോട്ടം പരിചയം ഉണ്ടാവണല്ലോ. സുസ്മിത, നിന്നോട് തർക്കിക്കാൻ വന്നതല്ല ഞാൻ. ഇവിടെ നടക്കുന്നത് എന്താന്ന് എനിക്ക് അറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.